നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്കേക്കോട്ടയിലാണുള്ളത്. കിഴക്കേക്കോട്ടയിലുള്ള ആളുകൾ നമുക്ക് സംസാരിച്ച് നോക്കാം. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. മഴയൊക്കെ പെയ്തിട്ട് ആശ്വാസമൊക്കെ ഉണ്ടോ? ചൂട് പറഞ്ഞോ? പറഞ്ഞോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? രാവിലെ ജോലിക്ക് പോകണം? ജോലിക്ക് വേണ്ടിയാണ്. എന്താ പണിക്ക് വന്ന പാചകപ്പണിക്ക് ആണല്ലേ? ശരി ശരി ശരി. അപ്പൊ ഇവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷന്റെ ചൂടൊക്കെ ആയോ? ഞാനിവിടുത്തുകാരനല്ല, ഇന്ന് വന്നേ ഉള്ളൂ. ഇവിടുത്തുകാരനല്ല. എവിടുത്തുകാരനാ? ആലപ്പുഴയിലത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? നല്ല പ്രചാരണം ആണോ? അവിടെ എന്താ ഒരു പ്രതീക്ഷ? ആരാ സാധ്യത? BJP ആണ് പ്രതീക്ഷ. ആണോ? അപ്പൊ പിന്നെ ആരിഫിനും വേണുഗോപാലിനൊന്നും അതിൻ്റെതായിട്ടൊന്നും ഇല്ല. ചൂട് വാർത്തയിലാണ് BJPയുടെ ആണല്ലേ? ശരി ശരി ശരി. എന്നാലും ഓക്കെ. ഈ ചേട്ടന്മാരോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ചേട്ടാ? മഴയൊക്കെ പെയ്തിട്ട് ചൂട് കുറവുണ്ടോ? അല്പം ചൂട് കുറവുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ തന്നെ ഉള്ളതാണോ? തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണോ? ആണ്. എവിടെ വീട്? എവിടെയാ? പേട്ടയില? കരമന. കരമനയിൽ. ഓക്കെ. ഇവിടെ എങ്ങനെയാ? ഒരു 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അപ്പൊ ത്രികോണ മത്സരം ഉണ്ടോ? ഇവിടെ ത്രികോണ തന്നെ. ഇത്തവണ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും. സാധ്യതയുണ്ടല്ലേ? കാരണം ഇവര് രണ്ടുപേരും പോയിട്ട് ഫലമില്ലല്ലോ. എന്തിനാണ് ഫലം? ഒരു കേന്ദ്രത്തിൽ വരുന്ന ആളെല്ലാം ജയിപ്പിച്ചു വിടണം. എങ്ങനെയാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയെ പറ്റി എങ്ങനെ അഭിപ്രായം? BJP തന്നെ ജയിക്കും. സ്ഥാനാർത്ഥിയെ പറ്റി എന്താ അഭിപ്രായം? സ്ഥാനാർത്ഥിയുടെ 3 കൊള്ളാം, നല്ല സ്ഥാനാർത്ഥികൾ. പന്നിൻ രവീന്ദ്രൻ നേരത്തെ ജയിച്ച ആളാണ്. മറ്റേ 3 പ്രാവശ്യം ജയിച്ച പാർട്ടിയാണ്. ഒരു ആൾ മാറ്റം വേണ്ടി. എല്ലാവരും അവിടെ പോയിട്ട് എന്താണ് പറഞ്ഞത്? രണ്ടും കൂടെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് രണ്ടും ഒന്നിച്ചല്ലേ പോണത്. ഇവിടെ കിടന്ന് അടിയും പിടിയും, അവിടെ ചെല്ലുമ്പോൾ ഒന്നിച്ച്. അത് ആളുകൾക്ക് മനസ്സിലായി. ഏത് ഇവിടെ കിടന്ന് അടി, അവിടെ ചിലപ്പോൾ ഒന്ന്. ഇന്ത്യ മുന്നണി അല്ലേ? ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാൽ ഒന്ന്, ഇവിടെ അടി. ഏത് അതുകൊണ്ടാണ് ആളുകൾമാർ വോട്ട് ചെയ്യണത്. അല്ല വേറെ ഒന്നുമില്ല. മാറി ചിന്തിക്കുന്ന സമയമായെന്ന് അല്ലേ? തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് താമര വിരിയുന്നാണ് ചേട്ടൻ പ്രതീക്ഷ? ഒരു സംശയമില്ല. ഓക്കെ. ചേട്ടൻ പ്രത്യേക അഭിപ്രായങ്ങളൊന്നും പറയില്ല. ചേട്ടന്റെ അഭിപ്രായം? തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ? തെരഞ്ഞെടുപ്പ് ഇന്നൊരു മഴ പോലെ തന്നെ. ചൂടില്ലേ? ഇല്ല. അപ്പൊ ഇന്നലത്തെ മഴ പെയ്തപ്പോ തണുപ്പായി പോയിന്നാണോ? അല്ല, ഇലക്ഷൻ ചൂടില്ല. ആണോ? സമയമുള്ളതുകൊണ്ട് ഇനി ഒരു മാസത്തിലേറിയില്ലേ? ഇലക്ഷൻ ചൂടില്ല. 3 സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട്? 3 സ്ഥാനാർത്ഥികളും കൊള്ളാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അങ്ങോട്ട് ആർക്കും അറിയില്ല. നെയ്യാറ്റിൻകര, അങ്ങോട്ട് പാറശാല, ആ ഭാഗങ്ങളിലുള്ളവർക്ക് അറിയാം. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ബാംഗ്ലൂർ ബേസ് ചെയ്തല്ലേ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അറിയണ്ടേ? മലയാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അങ്ങേര് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ലേ. സാധ്യത പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കാട്ടിയും കുമ്മനം നിന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല സാധ്യതയായിരുന്നു. BJP മത്സരം നല്ല ടൈറ്റ് ആയിരിക്കുമായിരുന്നു. തരൂരിന്റെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയുമായിരുന്നു. ശശി തരൂർ ഇത്തവണ ചിലപ്പോ പാട് തന്നെയാണ്. കോൺഗ്രസിന് ഇത്തവണ പാട് തന്നെയാണ്. അപ്പൊ പന്ന്യൻ രവീന്ദ്രനും സാധ്യതയുണ്ട്. പക്ഷേ ഈ യഥാർത്ഥ വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ BJP ജയിക്കുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഇവിടെ മുസ്ലിമും ക്രിസ്ത്യനും ഒന്നായി വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ BJP തോറ്റുപോകണം. ഈ 3 മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ, അതായത് നെയ്യാറ്റിൻകര, പാറശാല, കോവളം, ഈ 3 മണ്ഡലമാണ് ഇവരെ ഇല്ലാതാക്കുന്നത്. വോട്ടുകൾ ഈ ഇത്തരത്തിൽ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. അതുണ്ട്. നമുക്ക് അങ്ങനെയാണ് ഈ 3 മണ്ഡലത്തിന്റെ അവസ്ഥ. ശരി. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നിട്ടില്ല മണ്ഡലം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരുവനന്തപുരം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ എവിടെ നിന്നായിരുന്നു? പാറശാലയാ? വോട്ട് എവിടെയാ? ഇവിടെയാണോ? ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്? ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് 3 പേരും 3 വഴിക്കാണ്. പക്ഷെ ഇതുവരെ കണ്ടെടുത്തോളം ഈ ഇവിടെ ഭരിക്കുന്ന ഭരണ സഹാക്കള് ശരിയില്ലാത്തത് കാരണം. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തൊഴിലുറപ്പിന്റെ പൈസകൾ ശരിക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ട് പെൻഷൻ പൈസ 2 മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കുന്നത്. പെൻഷൻ പൈസ കിട്ടുന്നില്ല. പെൻഷൻ പൈസ ഇല്ലാത്തത്
ഖജാന ഇല്ലാത്തോണ്ട് അങ്ങനാണ്. പക്ഷെ ഇപ്പോഴ് BJP-യുടെ കണ്ടീഷൻ നോക്കിയെടുത്തോളം ഭാരതത്തിൽ മുന്നേറ്റമുള്ള ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ പറ്റി നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട്? അല്ല പരിചയമൊന്നുമില്ല. സാധ്യതയില്ലേ? പരിചയമില്ലാന്ന്. പരിചയമില്ലാന്ന്. ഓക്കെ ഓക്കെ. കേന്ദ്രമന്ത്രിയാണ്. ആര്? കേന്ദ്രമന്ത്രിയാണ്. പക്ഷെ ജനങ്ങളിൽ വലിയ ഇവിടെ സിറ്റിക്കകത്തുണ്ട്, ഗ്രാമങ്ങളിൽ അങ്ങോട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങോട്ട് നെയ്യാറ്റിങ്കര വാർത്തല ഭാഗത്തേക്കൊന്നും ഒരു ധാരണ ഇല്ലാന്നല്ലേ ചേട്ടനും പറയുന്നത് കേട്ടു. അങ്ങനെ അഭിപ്രായം. അതായത് കഴിഞ്ഞ രാജാവിലിരുന്ന സമയത്തും മറ്റുള്ള സമയത്തും ഇവിടുന്ന് അങ്ങോട്ടുള്ള വോട്ട് BJP കുറവാണ്. അത് ഇവിടെയുള്ള ജനങ്ങള് മനസ്സിലാവണം. ഓക്കെ. ചേട്ടൻ എന്താ ജോലി? എന്ത് ചെയ്യണേ? പെയിന്റിംഗ് ആണ്. പിന്നെ രാവിലെ തൊഴിലൊക്കെ ഉണ്ടോ? ഇന്നുണ്ട്, ജോലി ഉണ്ടോ? എവിടെയാ? പേരൂർക്കട. അപ്പൊ രാവിലെ പാറശാലയിൽ നിന്ന് വന്നു, എന്നിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകും. എങ്ങനെയാ ഈ തൊഴിലൊക്കെ? കൂലിയുടെ കാര്യത്തിലൊക്കെ ഓക്കെ ആണോ? കൂലിയുടെ ഇതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഈ പൊരി വെയിലത്ത് പെയിന്റ് ഒക്കെ അടിക്കുമ്പോ നല്ല ചൂടല്ലേ? എന്താ ചെയ്യണേ? ചൂട് ജീവിക്കണ്ടേ? ജീവിക്കണമെന്നില്ല. ഈ വെയിലൊന്നും നമ്മൾ വാടൂല അല്ലേ? എന്റെ പേര് രാജനാഥൻ. ഓക്കെ, ശരി രാജനാഥൻ. എന്തായാലും രാജേട്ടൻ പറഞ്ഞ പോലെ ഈ ചൂട് ഒക്കെ പലതരത്തില് ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പുള്ളിനെ ഒന്ന് ബാധിക്കും. കാരണം ജോലി വേണമല്ലോ, തൊഴിൽ വേണമല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ എന്തായാലും ഈ കിഴക്കേക്കോട്ടയിൽ എന്താ പറഞ്ഞിട്ട് പോകോ? എന്താ പറഞ്ഞു കേട്ടില്ല? എന്താ പറഞ്ഞേ? പണികളൊക്കെ കുറവല്ലേ? അപ്പൊ ഈ വോട്ട് ചോദിച്ചു വരുന്നവർക്ക് സംസാരിക്കാറില്ലേ? ഒന്നും സംസാരിക്കാറുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പാർട്ടി ജയിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പണി തൊഴിൽ സാധ്യത കുറവുണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്താണെങ്കിലും കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കിഴക്കേക്കോട്ടയിൽ ഒരുപാട് പേർ രാവിലെ തന്നെ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നു. അവർ തൊഴിൽ ഇടങ്ങൾ തേടി പോകുന്ന ഒരു സാഹചര്യമാണ്. എന്താണെങ്കിലും നമ്മൾ